നമ്മുടെ വിഷു വന്നെത്തിയിട്ടുണ്ട്. കൊന്നപ്പൂവൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണിവെള്ളരിയൊക്കെ ഞാത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നേരത്തെ തുടങ്ങിയതാണ്. ഇഞ്ചിക്കറി, അച്ചാർ, അതുപോലെ കാളനൊക്കെ ഉണ്ടാക്കി വെക്കില്ല കേട്ടോ. ഒരു 5 കൂടി നിന്നിട്ടുണ്ട്. അപ്പോഴാണ് വേഗം തന്നെ കഴിയുള്ളൂ. എല്ലാതും നാളേക്ക് എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും. അപ്പോൾ നാളേക്കുള്ള പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനും മക്കളും കൂടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ പച്ചടി, കിച്ചടി, സാമ്പാർ, എല്ലാത്തിലേക്കുള്ള അവിയൽ, എല്ലാത്തിലേക്കുള്ള സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്ര അധികം അരിഞ്ഞ് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ 2 വീടുണ്ട്, അവിടെയും കൊടുക്കൂട്ടോ. അതേ നമ്മൾ എലിശ്ശേരിക്കുള്ള തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാമ്പഴം അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഇതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ടിട്ട് വെച്ചാൽ മതി. സാമ്പാറിലേക്കുള്ള തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തൽക്കാലം ഞാനിവിടെ മൂടി വയ്ക്കാനുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, തേങ്ങ ചിരകൽ. അതെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് ചിരകുക. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കിട്ട് പിന്നെ കണിക്കുള്ള സാധനങ്ങളൊക്കെ അതേ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ നേരമായി പണികളൊക്കെ തുടങ്ങിയിട്ട് എന്നാലും വലിയ ക്ഷീണം തോന്നുന്നില്ല. കാരണം നാളെ വിഷു അല്ലേ, നമുക്ക് ആഘോഷിക്കേണ്ടേ. നാളെ നേരത്തെ കൂടെ എണീറ്റിട്ട് എല്ലാവരും എണീക്കാനായിട്ട് മുന്നേ കറിയൊക്കെ റെഡിയാക്കണം. ഒരുപാട് കറികളുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്ത് വെച്ച കാരണം തന്നെ എളുപ്പമായിരിക്കും, വേഗം തന്നെ ഉണ്ടാക്കി കഴിയും. പിന്നെ വിഷുക്കട്ട അത് ഉണ്ടാക്കാനാണ് കുറച്ച് പാട്. എല്ലാം റെഡിയാക്കണം. എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ് കേട്ടോ. കുറച്ച് മൂളി പൂത്തിരിയൊക്കെ കത്തിക്കുകയാണ്. പിന്നെ കൊലപ്പടക്കം കത്തിക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു പടക്കമാണ്. അതായത് എവിടെ ദൂരെ ചെന്നാലും അത്രയും ദൂരം തെറിച്ച് വരുന്ന ഒരു പടക്കോട്ടാ. കുറച്ച് ഡേഞ്ചർ. വിഷുവിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണിക്കാം കേട്ടോ. ബൈ.